ഹായ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കൊച്ചിയിലെ കൂട്ടപ്പിരിച്ചുവിടൽ. പല കമ്പനികളും പണ്ടും ഇപ്പോഴും ഇനി മുന്നോട്ടും കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ പുതിയ ടെക്നോളജീസ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഒക്കെ കിട്ടുമ്പോൾ 10 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അതിനെ 2 എംപ്ലോയീസ് ആയിട്ട് ചുരുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് അഡോപ്ഷൻ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും അഡോപ്ഷനിലേക്ക് പോകുക. ഇതൊക്കെ വളരെ യൂഷ്വലാണ്, വളരെ ജനറിക്കാണ്. പക്ഷേ നിലവിലുള്ള നമ്മളുടെ എംപ്ലോയീസിനോട് ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ തന്നെ നിങ്ങൾ ഇറങ്ങണമെന്ന് പറഞ്ഞ് നമ്മൾ അവരെ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ മുന്നോട്ട് ഇനി കണ്ടിന്യൂ ചെയ്യുന്ന എംപ്ലോയീസിനും അല്ലെങ്കിൽ ഒരുപക്ഷെ ഇനി നമ്മളുടെ ടീമിൻ്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുള്ള തൊഴിലാളികൾക്കും അത് ഈ കമ്പനിയോടുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടുന്നതിനുള്ള കാരണമാണ്. ഈ ഒരു ട്രസ്റ്റ് നഷ്ടപ്പെട്ടാൽ ഒരിക്കലും എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ ആ ടീമിൻ്റെ ഒരു പീക്ക് പ്രൊഡക്ടിവിറ്റി ഒരു കമ്പനിക്ക് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി മനസ്സിൽ ഫീൽ ചെയ്തിട്ടായിരിക്കും ഓരോ കമ്പനികളും എംപ്ലോയീസിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് ഓൾവേസ് ബിസിനസ് ഈസ് നോട്ട് എ വൺ മാൻ ആർമി, ബിസിനസ് ഈസ് എ ടീം വർക്ക്. സോ അതുകൊണ്ട് ഓൾവേസ് ട്രൈ ടു മെയിൻറ്റെയിൻ ആൻഡ് സാറ്റിസ്ഫൈ യുവർ ടീം, ഓൾവേസ് അപ്ലിഫ്റ്റ് യുവർ ടീം.